പോർട്ട് മെറിയോൺ നോർത്ത് വെയിൽസിലെ ഗെനോഡിലുള്ള ഒരു ടൂറിസ്റ്റ് വില്ലേജാണ് പോർട്ട് മെറിയോൺ. ഈ അതിസുന്ദരമായ വില്ലേജ് ഡിസൈൻ ചെയ്തത് സർ ക്ലോ വില്യംസ് എലിസ് ആണ്. 1925 1975 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ബറോക്ക് സ്റ്റൈലിലാണ് ഈ വില്ലേജ് രൂപകൽപ്പന ചെയ്തത്. ഒരുപാട് TV ഷോകളുടെയും സിനിമകളുടെയും ഒക്കെ ലൊക്കേഷനായിരുന്നു ഈ വില്ലേജ്. 1960 പുറത്തിറങ്ങിയ TV ഷോയായ ദി പ്രിസണറിലെ ദി വില്ലേജ് എന്ന സീസണിലാണ് ഈ വില്ലേജ് പ്രശസ്തമായത്. ഈ സുന്ദരമായ വില്ലേജിൻ്റെ ഡിസൈനെ കുറിച്ച് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സർ ക്ലോഫ് എല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇറ്റാലിയൻ റിവിയേരയിലെ പോർട്ട്ഫിനോ എന്ന മത്സ്യബന്ധന ഗ്രാമത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഡിസൈൻ ചെയ്തെന്നുള്ള ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പോർട്ട് മെറിയോണിൻ്റെ ആർക്കിടെക്റ്റായ സർ ക്ലോഫ് വില്യംസ് എലിസ് നിഷേധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറ്റാലിയൻ വില്ലേജിനുള്ള തൻ്റെ സ്നേഹം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്ന് തന്നെയാണ്. നിരവധി ആർക്കിടെക്റ്റുകളുടെ സൃഷ്ടികളും പലയിടത്തു നിന്നും പൊളിച്ച കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പോർട്ട് മെറിയോണിന് മുമ്പ് ഈ സ്ഥലം ആംബറൈ എസ്റ്റേറ്റ് ആയിരുന്നു. ഇവിടുത്തെ അതിമനോഹരമായ കെട്ടിടങ്ങളും അവിടുത്തെ സവിശേഷതകളും കണ്ടു നടക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒന്നാണ് ഈ കാണുന്ന ബുദ്ധൻ്റെ പ്രതിമ. പോർട്ട് മെറിയോൺ എങ്ങനെയുണ്ടായി എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലെ കഥ നമുക്ക് മനസ്സിലാകുന്നത്. വർഷങ്ങളായി തൻ്റെ മനസ്സിലുള്ള അതിസുന്ദരമായ ഒരു ഗ്രാമത്തിന് സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സർ ക്ലോഫ് വില്യംസ് ആംബറൈ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കുണ്ട് എന്ന് കേൾക്കുന്നത്. സർ വില്യംസ് അത് വന്ന് കാണുകയും അധികം താമസിക്കാതെ അത് വാങ്ങുകയും ചെയ്തു. പിന്നീട് തൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികൾ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിജയകരമായ ബ്രിട്ടീഷ് വാസ്തുവിദ്യാ പദ്ധതികളിൽ ഒന്നായാണ് പോർട്ട് മെറിയോൺ അറിയപ്പെടുന്നത്. ഫോട്ടോഗ്രാഫിക്ക് മറ്റൊരു തലം തന്നെ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും. എത്ര എടുത്താലും മതിയാവില്ല. പിന്നെയും പിന്നെയും ഈ വില്ലേജ് നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് മനോഹരമാണ് നേച്ചറിനോട് ഇണങ്ങിച്ചേർന്ന ഈ വില്ലേജിൻ്റെ ഓരോ ഇടവും. ദി ട്യൂബ് എന്ന TV മ്യൂസിക് ഷോയുടെ ചിത്രീകരണ വേളയിൽ സിംഗർ ജൂൾസ് ഹോളണ്ട് ഇവിടെ സന്ദർശിക്കുകയും പിന്നീട് ലണ്ടനിലെ ബ്ലാക്ക് ഹീത്തിലെ വീട്ടിൽ തൻ്റെ സ്റ്റുഡിയോയും മറ്റ് കെട്ടിടങ്ങളും പോർട്ട് മെറിയോണിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിസ്ഥിതിയിലൂടെ നടക്കുമ്പോൾ ഒട്ടും ക്ഷീണം തോന്നുകയില്ല. അതിമനോഹരങ്ങളാണ് ഓരോ കാഴ്ചയും. ഈ പൂന്തോട്ടങ്ങൾക്കിടയിൽ ഒരു ഡോഗ് സിമെട്രിയുമുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും പോർട്ട് മെറിയോണിൽ വരുന്നത്. നല്ല അക്കോമഡേഷനും റെസ്റ്റോറൻറ്റുകളും ഇവിടെ ലഭ്യമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കാൻ സാധിക്കും. TV ഡയറക്ടേഴ്സിനും എഴുത്തുകാർക്കും എന്നും പോർട്ട് മെറിയോൺ ഒരു പ്രചോദനമാണ്.
ഈ വില്ലേജിലെ പല കെട്ടിടങ്ങളും അവയുടെ വാസ്തുവിദ്യയും അതിൻ്റെ ചരിത്രവും പ്രാധാന്യവും കണക്കിലെടുത്ത് വെൽഷ് ചരിത്ര പരിസ്ഥിതി സേവനമായ കാർഡിൻ്റെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ഒരു കാരണവശാലും കോട്ടം തട്ടാത്ത മനോഹരമായ ഒരു നിർമ്മിതിയാണ് പോർട്ട് മെറിയോൺ. ഇതിലൂടെ നടക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ നാട്ടുവഴികളെയൊക്കെ ഓർമ്മ വരും. പറമ്പിക്കൂടെയും ഒക്കെ ചാടി നടക്കുന്നതായിട്ട് തോന്നും. എത്ര കണ്ടാലും നടന്നാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം, അതാണ് പോർട്ട് മെറിയോൺ. ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുക്കുകയുണ്ടായി. അതിൽ കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട്. തീർച്ചയായും ഈ സ്ഥലം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഡ്രീം ബട്ടർഫ്ലൈസിൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഇനി നമുക്ക് കാണാം. താങ്ക് യു.